ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ പീറ്റർ ലിഞ്ച് ഒരിക്കൽ പറഞ്ഞതാണ്, നോ വാട്ട് യു ഓൺ ആൻഡ് നോ വൈ യു ഓൺ ഇറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതലും 2025 കണ്ടത്. അപ്പോൾ 2025 BSE IPO ഇൻഡെക്സ് ഏകദേശം 18% ഇടിഞ്ഞു. അതേസമയത്ത് BSE സെൻസെക്സ് ഏകദേശം 2%. ഇപ്പോൾ ഫെബ്രുവരി 2025 ഒരു സിംഗിൾ ഡേയിൽ റീസെന്റ് ലിസ്റ്റ് ചെയ്ത 26 IPOസിൽ 21 അവരുടെ ഇഷ്യൂ പ്രൈസിന് താഴെയായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലതൊക്കെ 62% ഇവിടെ ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഇത് വോളറ്റിലിറ്റി മാത്രമല്ല കാണിക്കുന്നത്, എന്നാൽ അതിലും വലിയൊരു പാഠമാണ് നമുക്കിവിടെ നൽകുന്നത്. ഇപ്പോൾ യങ് കമ്പനീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ബിസിനസിനേക്കാളും കൂടുതൽ അവർ ഗ്രോത്ത് സ്റ്റോറിയാണ് ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ വാല്യുവേഷൻ ഇഗ്നോർ ചെയ്യും. എന്നാൽ എക്സ്പെക്ടേഷൻസ് റിയാലിറ്റിനേക്കാളും വേഗത്തിൽ ഓടുമ്പോൾ കറക്ഷനും അതുപോലെ തന്നെ ഇവിടെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് പല ന്യൂ ഏജ് സ്റ്റോക്സും IPOയ്ക്ക് ശേഷം 100 ഇരട്ടി, 200 ഇരട്ടി, ചിലപ്പോൾ 300 ഇരട്ടിയിലധികം PE വരെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് വളർന്നു ഒരു ദിവസം വാല്യൂഷൻ ജസ്റ്റിഫൈ ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ശരിക്കുള്ള ചോദ്യം ഇതാണ്, ഏതൊക്കെ കമ്പനീസ് ആണ് അവരുടെ വാല്യൂഷൻ ആക്ച്വലി ജസ്റ്റിഫൈ ചെയ്യുന്നത്? അതുപോലെ എവിടെയാണ് ഈ ഒരു വാല്യൂഷൻ റിയാലിറ്റിനേക്കാളും വളരെ മുന്നോട്ടേക്ക് പോയിരിക്കുന്നത്? സോ നമുക്ക് ഇന്ന് ഇതുപോലെയുള്ള കുറച്ച് ന്യൂ ഏജ് ലിസ്റ്റഡ് കമ്പനീസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവരുടെ ഗ്രോത്ത്, വാല്യൂഷൻ, അതുപോലെ മെയിൻ വാച്ച് പോയിന്റ്സ് നോക്കിയിട്ട് കറന്റ് പ്രൈസ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ആയിട്ട് എത്ര മാച്ച് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് AI ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേയേഴ്സിൽ ഒന്നാണ്. അപ്പോൾ അതാണ് E2E നെറ്റ്വർക്ക്സ്. അപ്പോൾ ബിസിനസ് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു AI സ്റ്റാർട്ടപ്പോ എന്റർപ്രൈസോ അവരുടെ ജനറേറ്റീവ് AI മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കോടികൾ ചെലവാക്കി ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് അതായത് GPUs വാങ്ങേണ്ട ആവശ്യമില്ല. അതിന് പകരം E2E നെറ്റ്വർക്സിൽ നിന്ന് ഹൈ എൻഡ് NVIDIA GPU ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡിൽ റെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി AI കമ്പ്യൂട്ട്, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ GPU സർവീസസ് ആണ് ഇവിടെ നൽകുന്നത്. പക്ഷേ വാല്യൂഷനും അത്ര ഡിമാൻഡിംഗ് ആണ്. സ്റ്റോക്ക് ഏകദേശം 344x PE ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 12 മാസത്തിലെ പ്രോഫിറ്റ് ഹെവി ഡിപ്രീസിയേഷൻ കാരണം ഡിപ്രസ്ഡ് ആയിരുന്നു. അതോടാണ് ഹെഡ്ലൈൻ PE ഒപ്റ്റിക്കലി ഹൈ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കുമ്പോൾ Q1 FY27 റവന്യൂ ഇയർ ഓൺ ഇയർ 334% വളർന്ന് 157 കോടിയായി. അപ്പോൾ ഇത്രയും വലിയ ഗ്രോത്തിന്റെ മെയിൻ കാരണം കമ്പനി പുതിയ 1024 NVIDIA Blackwell GPUs ഡിപ്ലോയ് ചെയ്തതാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ കമ്പനിയുടെ ഹയസ്റ്റ് ക്വാർട്ടർലി സെയിൽസ് ആണിത്. അപ്പോൾ EBITDA മാർജിനും 75% എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് ലോങ് ടേമിൽ മാർജിൻ ഏകദേശം 70% സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് 12 മന്ത് ബേസിസിൽ ഇത് നിലവിൽ 64% നിൽക്കുന്നത്. ഇപ്പോൾ ഗ്രോത്ത് പൈപ്പ് ലൈനും സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. മന്ത്ലി റിക്കറിംഗ് റവന്യൂ 71.8 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആനുവലൈസ് ബേസിസിൽ സൂചിപ്പിക്കുന്ന ഏകദേശം 860 കോടിയുടെ റവന്യൂ റൺ റേറ്റ് ആണ്. എന്നാൽ വാച്ച് പോയിന്റ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. AI ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് അത്യാവശ്യം ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ഇപ്പോൾ CapEx 185 കോടിയിൽ നിന്ന് 870 കോടിയിലേക്ക് കൂടി. അപ്പോൾ ഇത് കാരണം 2026 ഫൈനാൻഷ്യൽ ഡിപ്രീസിയേഷൻ നല്ലപോലെ കൂടി. അപ്പോൾ അതുകൊണ്ട് കമ്പനി 15.6 കോടിയുടെ നെറ്റ് ലോസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ മാനേജ്മെന്റ് മോഡൽ 80 to 85% GPU യൂട്ടിലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്ടിലൈസേഷൻ മെട്രിക് നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ ഹെവി CapExും ഡിപ്രീസിയേഷൻ കാരണം കമ്പനി ഇവിടെ ലോസിലായി. അപ്പോൾ ഈ ഒരു സെയിം റീസൺ കൊണ്ട് തന്നെ ഈ അടുത്ത വർഷങ്ങളിൽ ROCയും അസറ്റ് ടേൺ ഓവറും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ PE 344x ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നിലവിലെ 71.8 കോടിയുടെ മന്ത്ലി റെക്കറിംഗ് റവന്യൂ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് ഫോർവേഡ് PE ഏകദേശം 42x ആണ്. അപ്പോൾ പോസിറ്റീവ് സൈഡിൽ ക്യാഷ് കൺവേർഷൻ ഹെൽത്തി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 90% മേലെ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏർണിംഗ്സ് ക്വാളിറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ കറന്റ് വാല്യൂഷൻ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് GPU യൂട്ടിലൈസേഷൻ, ഡിപ്രീസിയേഷൻ ഇമ്പാക്ട്, പ്രോഫിറ്റബിലിറ്റി, അതിൽ എക്സിക്യൂഷൻ ഒക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വന്ന് ഇറ്റേണൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ മിക്ക ആൾക്കാർക്ക് ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് അറിയുന്നതായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് അവരുടെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനി ഫുഡ് ഡെലിവറി, ബ്ലിങ്കിറ്റ് ക്വിക്ക് കോമേഴ്സ്, ഹൈപ്പർ പ്യൂർ B2B സപ്ലൈസ്, അതുപോലെ ഡിസ്ട്രിക്ട് പോലത്തെ ബിസിനസ്സിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പം ഏറ്റവും വലിയ ഗ്രോത്ത് ഡ്രൈവർ ബ്ലിങ്കിറ്റ് ആണ്. 2026 ഫൈനാൻഷ്യൽ റവന്യൂവിൽ ഏകദേശം 77% കോൺട്രിബ്യൂഷൻ ബ്ലിങ്കിറ്റിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഫുഡ് ഡെലിവറിയുടെ കോൺട്രിബ്യൂഷൻ ഏകദേശം 15%. അതേസമയത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈപ്പർ പ്യൂർ B2B സപ്ലൈ ബിസിനസ് ഏകദേശം 5% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഫുഡ് ഡെലിവറി സെഗ്മെന്റ് മീഡിയം ടേമിൽ 18 മുതൽ 20% CAGR വളരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് മാനേജ്മെന്റോട് വിശ്വസിക്കുന്നത് ക്യൂ കൊമേഴ്സ് അടുത്ത 3 വർഷത്തിൽ 60%-ലധികം CAGR നേടാൻ വേണ്ടി കഴിയുമെന്നാണ്. ഇപ്പോൾ Q1 FY27 റവന്യൂ 182% വളർന്നു. എന്നാൽ റവന്യൂ മാത്രം പോരാ എറ്റേണലിനെ ജഡ്ജ് ചെയ്യാൻ. ഇനി നമുക്ക് മെയിൻ ഓപ്പറേറ്റിംഗ് മെട്രിക്സ് നോക്കാം.
അപ്പോൾ ഏകദേശം 48% മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയുടെ ക്വിക്ക് കൊമേഴ്സ് മാർക്കറ്റിലെ കാറ്റഗറി ലീഡറാണ് ബ്ലിങ്കിറ്റ്. ഇവരുടെ ഡയറക്റ്റ് കോമ്പറ്റേറ്റർ ആയ സ്വിഗ്ഗിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലിങ്കിറ്റിന്റെ ഓർഡർ വാല്യൂ 331 മില്യൺ ഓർഡേഴ്സ്, 31.8 മില്യൺ മന്ത്ലി ട്രാൻസാക്ടിംഗ് യൂസേഴ്സ്, പിന്നെ 2443 ഡാർക്ക് സ്റ്റോഴ്സോടെ 17,131 കോടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്ലിങ്കിറ്റ് അഡ്ജസ്റ്റഡ് എബിറ്റ ലെവലിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു വാച്ച് പോയിന്റ് ആക്ച്വലി യൂണിറ്റ് ഇക്കണോമിക്സ് ആണ്. ഇപ്പോൾ Q1 FY27 ബ്ലിങ്കിറ്റ് 0.6% അഡ്ജസ്റ്റഡ് എബിറ്റ മാർജിൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ 518 രൂപ ആവറേജ് ഓർഡറിലും ഏകദേശം 115 രൂപ ഫുൾഫിൽമെന്റും ഡെലിവറി കോസ്റ്റ് മാത്രമായിട്ട് ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കോൺട്രിബ്യൂഷൻ മാർജിൻ വെറും 5.3% മാത്രമാണ്. ഡെലിവറി പേ ഔട്ട്സും മിനിമം വേജസ് പോലുള്ള കോസ്റ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ആവറേജ് ഓർഡർ വാല്യൂവിൽ വലിയ മാറ്റമില്ലാതെ റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഗ്രോത്ത് സ്ട്രോങ് ആണെങ്കിലും ബിസിനസ് ഇപ്പോൾ കുറച്ച് അസറ്റ് ഹെവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ കമ്പനി ഏകദേശം 1746 കോടി ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത ക്വാർട്ടറിൽ അഡ്ജസ്റ്റഡ് എബിറ്റ വെറും 37 കോടിയാണ് ജനറേറ്റ് ചെയ്തത്. ഇപ്പോൾ മാനേജ്മെന്റ് നിലവിൽ 0.6%ൽ നിന്ന് മെച്യൂർ സ്റ്റോറിന്റെ എബിറ്റ മാർജിൻ 5 മുതൽ 6% ആക്കാനാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 42% പ്രീ ടാക്സ് ROC ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നെറ്റ് ഓർഡർ വാല്യൂ വളരുന്നുണ്ടെങ്കിലും മീനിങ് ആയ മാർജിൻ എക്സ്പാൻഷൻ ഇപ്പോഴും വിസിബിൾ അല്ല. അതിന്റെ കൂടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്നിവരുടെ അഗ്രസീവ് കോമ്പറ്റീഷനും കണ്ടിന്യൂ ഡിസ്കൗണ്ടിങ് ഉള്ളതുകൊണ്ട് ഈ ടാർഗറ്റ്സ് നേടുന്നത് ചലഞ്ചിങ് ആയിരിക്കും. ഇപ്പൊ മാനേജ്മെന്റ് 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഏകദേശം 9,500 കോടിയുടെ അഡ്ജസ്റ്റഡ് എബിറ്റ ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ എന്റർപ്രൈസ് വാല്യൂ ബേസ് ചെയ്ത് നോക്കിയാൽ പോലും എസ്റ്റിമേറ്റഡ് FY29 ഏർണിംഗ്സിൽ സ്റ്റോക്ക് ഏകദേശം 32x EV/EBITDA വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേടാനായിട്ട് അടുത്ത 3 വർഷത്തിൽ ബ്ലിങ്കിറ്റ് 60%-ലധികം നെറ്റ് ഓർഡർ വാല്യൂ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യണം. കൂടാതെ ഫുഡ് ഡെലിവറി ഏകദേശം 20% ഗ്രോത്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയും വേണം. എന്നാൽ എക്സിക്യൂഷൻ നമ്മളിവിടെ ക്ലോസ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അർബൻ ഡിമാൻഡ് കുറയുന്നതും സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട്, ആമസോൺ നൗ, ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ് പോലുള്ള പ്ലേയേഴ്സ് പെട്ടെന്ന് ഡിസ്കൗണ്ട് ചെയ്യുന്നു മാർജിനെയും ഗ്രോത്തിനെയും ഇവിടെ പ്രഷറിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ്സും ഫൈനാൻഷ്യൽ സർവീസസ് പ്ലാറ്റ്ഫോമിൽ ഒന്നാണ്. അപ്പോൾ അതാണ് 197 കമ്മ്യൂണിക്കേഷൻസ്, അതായത് പേടിഎം. അപ്പോൾ ബിസിനസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. പേടിഎം ജസ്റ്റ് ഒരു UPI ആപ്പ് അല്ല, പേയ്മെന്റ്സ് വഴി പുതിയ യൂസേഴ്സിനെയും മെർച്ചൻസിനെയും പേടിഎം പ്ലാറ്റ്ഫോംസിൽ കൊണ്ടുവരും. പിന്നെ ഇവർക്ക് മെർച്ചന്റ് ഡിവൈസസ്, ലോൺസ്, സബ്സ്ക്രിപ്ഷൻ, ഫൈനാൻഷ്യൽ സർവീസ് പോലുള്ള വേറെ പ്രൊഡക്ട്സ് സെല് ചെയ്ത് അഡീഷണൽ റവന്യൂ ഇവരുണ്ടാക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം Q1 FY27 റവന്യൂ 28% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. മെർച്ചന്റ് GMV അല്ലെങ്കിൽ ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂ 31% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ആണ് കാണിച്ചത്. ഫൈനാൻഷ്യൽ സർവീസസ് റവന്യൂ 45% ഇയർ ഓവർ ഇയർ വളർന്നു. കൂടാതെ കൺസ്യൂമർ, UPI, GTV 45% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇത് ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും ഏകദേശം 2.2 ഇരട്ടി വേഗത്തിലായിരുന്നു. ഇനിയിപ്പം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കൺസ്യൂമർ UPIയിൽ പേടിഎമ്മിന്റെ മാർക്കറ്റ് ഷെയർ 8% മാത്രമാണ്. എന്നാൽ മെർച്ചന്റ് പേയ്മെന്റ്സ് അതിൽ ഫൈനാൻഷ്യൽ സർവീസസ് മോണിറ്റൈസേഷൻ കാരണം FY26 റവന്യൂ 8,437 കോടി എത്തി നിന്നിവിടെ. അപ്പോൾ ഇത് ഫോൺ പേയുടെ 7,920 കോടിനേക്കാളും കൂടുതലാണ്. അപ്പോൾ മാനേജ്മെന്റ് ഗൈഡൻസും അഗ്രസീവ് ആണ്. ഇപ്പോൾ 2027 ഫൈനാൻഷ്യലിൽ റവന്യൂ ഗ്രോത്ത് 2026 ഫൈനാൻഷ്യലിന്റെ 22%-നേക്കാളും മേലെ നിൽക്കുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒപ്പം അടുത്ത 2-3 വർഷത്തിനുള്ളിൽ എബിറ്റ മാർജിൻ നിലവിലെ 8.3% 15 മുതൽ 20%-ലധികം എത്തുക എന്നുള്ളതാണ് ഇവിടെ ടാർഗറ്റ്. അപ്പോൾ മാനേജ്മെന്റ് അവരുടെ ടാർഗറ്റ് നേടിയാൽ അവരുടെ ഫോർവേഡ് P അടുത്ത 2-3 വർഷത്തിൽ ഏകദേശം 40x അടുത്തേക്ക് വരാം. എന്നാൽ ഇവിടെ ചില വാച്ച് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ Q1 FY27 കോൺട്രിബ്യൂഷൻ മാർജിൻ 60%-ൽ നിന്ന് mid-50s കുറഞ്ഞു. ഇപ്പോൾ ഗവൺമെന്റ് ഇൻസെന്റീവ്സ് അവസാനിച്ചതും മാർക്കറ്റ് ഷെയർ ഡിഫെൻഡ് ചെയ്യാൻ കൂടുതൽ ക്യാഷ് ബാക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വന്നതാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം. അപ്പോൾ ഇതിന്റെ ഒപ്പം ഏർണിംഗ്സ് ക്വാളിറ്റി നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലാസ്റ്റ് 12 മന്ത് ബേസിസിൽ അതർ ഇൻകം നെറ്റ് പ്രോഫിറ്റിന്റെ 122% ആയിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു പോർഷൻ ക്യാഷ് ട്രഷറി ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അലോക്കേഷനും ഇവിടെ ഒരു വാച്ച് പോയിന്റ് ആണ്. കമ്പനി മുമ്പ് റെഗുലേറ്ററി ഇഷ്യൂസ് വന്നതിനെ തുടർന്ന് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൽ 210 കോടി ഇമ്പയർമെന്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഗെയിംസ് JVയിൽ 190 കോടി റൈറ്റ് ഓഫും ഉണ്ടായിട്ടുണ്ട്. ഇത് നോൺ കോർ ഇൻവെസ്റ്റ്മെന്റ്സിൽ എക്സിക്യൂഷൻ റിസ്ക് ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓവറോൾ ഇവിടെ പേടിഎമ്മിന്റെ ടേൺ അറൗണ്ടും അതുപോലെ ഗ്രോത്ത് മൊമെന്റും സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നിലവിൽ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കൺസിസ്റ്റന്റ് റവന്യൂ ഗ്രോത്ത്, മാർജിൻ എക്സ്പാൻഷൻ, ഡിസിപ്ലിൻ ക്യാപിറ്റൽ അലോക്കേഷനും കണ്ടിന്യൂസ്ലി ഡെലിവറി ചെയ്യുന്നതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് മെർച്ചന്റ് പേയ്മെന്റ്സ് ആൻഡ് കൊമേഴ്സ് ടെക്നോളജി പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ്. അതാണ് പൈൻ ലാബ്സ് ലിമിറ്റഡ്. അപ്പോൾ ബിസിനസ് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിപ്പം ക്രോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സ്റ്റോറിൽ നിന്ന് EMIയിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വാങ്ങണമെങ്കിൽ
പൈൻ ലാബ്സിന്റെ ടെക്നോളജി പ്ലാറ്റ്ഫോമാണ് ആ ഒരു ട്രാൻസാക്ഷന്റെ പുറകിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. കമ്പനി മെർച്ചന്റ്സിന് POS അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ്, പേയ്മെന്റ് സോഫ്റ്റ്വെയർ, EMI സൊല്യൂഷൻ, ഗിഫ്റ്റ് കാർഡ്സ്, അതിൽ ഓൺലൈൻ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നുണ്ട്. റവന്യൂവിന്റെ ഏകദേശം 70% ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതേസമയത്ത് ബാക്കി 30% ഇവിടെ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കാർഡ്സ്, അതുപോലെ പ്രീപെയ്ഡ് സൊല്യൂഷൻ പോലെയുള്ള ഇഷ്യൂയിങ് ആൻഡ് വാല്യൂ ആഡഡ് സർവീസിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി സ്ട്രോങ് ആണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ്സ് മാർക്കറ്റ് 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഡബിൾ ആകും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പൈൻ ലാബ് സ്ട്രോങ് പൊസിഷനിലാണ്. ഇപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ EMI മാർക്കറ്റിലെ 80%-ലധികം മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഗിഫ്റ്റ് കാർഡ്സിലും കമ്പനി മാർക്കറ്റ് ലീഡർ ആണ്. അത് ടോപ്പ് ബാങ്ക്സും റീറ്റെയിലേഴ്സുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് കമ്പനിക്കുണ്ട്. ഇപ്പോൾ Q1 FY27 റവന്യൂ 20% വളർന്ന് ഇയർ ഓവർ ഇയർ 737 കോടിയായി. ഡിജിറ്റൽ ചെക്ക്ഔട്ട് പോയിന്റ്സ് ഡിവൈസസ് 18% വളർന്ന് 21.7 ലക്ഷമായി. ഫ്ലോ ആൻഡ് അഫോർഡബിലിറ്റി ട്രാൻസാക്ഷൻ വാല്യൂ ഇയർ ഓവർ ഇയർ 54% വളർന്നു. അതിൽ UPI ട്രാൻസാക്ഷൻ ഇയർ ഓവർ ഇയർ 80%-ലധികം വളർന്നു. ഇംപ്രൂവ്മെന്റ് മാർജിൻസിൽ ഇവിടെ കണ്ടിട്ടുണ്ട്. ഹയർ മാർജിനുള്ള സോഫ്റ്റ്വെയറും പ്ലാറ്റ്ഫോം ബിസിനസ്സും ഇപ്പോൾ ടോട്ടൽ റവന്യൂന്റെ ഏകദേശം 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം നെറ്റ് പ്രോഫിറ്റിലേക്ക് അതർ ഇൻകത്തിന്റെ മീനിങ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ഫോറക്സ് ഗെയിൻസ്, വൺ ടൈം ഐറ്റംസ് ആണ്. 2027 ഫൈനാൻഷ്യലില് മാനേജ്മെന്റ് 21 മുതൽ 23.5% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് റവന്യൂവിനെ 3300 കോടി വരെ എത്തിക്കാം. അപ്പൊ കമ്പനിയുടെ ഗൈഡൻസ് ഡെലിവർ ചെയ്ത നിലവിൽ 114x P പതുക്കെ ചുരുങ്ങി ഫോർവേഡ് P ഏകദേശം 54 to 65x റേഞ്ചിലേക്ക് എത്തിച്ചേക്കാം. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ചില വാച്ച് പോയിന്റ്സ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. Q1 FY27 കോൺട്രിബ്യൂഷൻ മാർജിൻ 72.3% എത്തി. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ റേഞ്ച് 75%+നേക്കാളും കുറച്ച് കുറവാണ്. ക്യാഷ് ഫ്ലോയിലും ഇംപ്രൂവ്മെന്റ് കണ്ടു. FY26 ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 395 കോടിയിലെത്തി. അപ്പോൾ ഇതിന് കാരണം റിസീവബിൾ കളക്ഷൻ ബെറ്റർ ആയതും അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ നോർമലൈസേഷനും ആണ്. അപ്പോൾ ഇവിടെ സെറ്റിൽമെന്റ് ബിസിനസിന്റെ നേച്ചർ കൊണ്ട് റിസീവബിൾസും വർക്കിംഗ് ക്യാപിറ്റലും സ്ട്രക്ചറലി ഹൈ ആയിട്ട് തന്നെ ഇവിടെ നിന്നു. ഇപ്പോൾ ട്രേഡ് റിസീവബിൾസും കണ്ടിന്യൂസ്ലി ഇവിടെ കൂടുന്നുണ്ട്. ഇപ്പം സെയിൽസിന്റെ ഏകദേശം 40% വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാഷ് കൺവേർഷനും ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേഷൻസും നമ്മളോട് ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പേയ്മെന്റ്സ് ബിസിനസ്സിൽ റെഗുലേറ്ററി കംപ്ലൈൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ തുടരും. കാരണം എന്തെങ്കിലും റെഗുലേറ്ററി റെസ്ട്രിക്ഷൻ വന്നാൽ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും ഡയറക്റ്റ് ബാധിക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഫൈനൽ കമ്പനി നോക്കാം. ഇത് ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഓട്ടോ മാർക്കറ്റ് പ്ലേസസും ഓപ്ഷൻ പ്ലാറ്റ്ഫോംസിലും ഒന്നാണ്. അപ്പോൾ അതാണ് കാർ ട്രേഡ് ടെക് ലിമിറ്റഡ്. അപ്പോൾ നമുക്കിതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. സപ്പോസ് അമിത്തിന് അവന്റെ പഴയ കാർ വിറ്റിട്ട് SUV വാങ്ങണം. ഷർമ മോട്ടോഴ്സിന് യൂസ്ഡ് കാർസ് സോഴ്സ് ചെയ്യണം. അതേസമയത്ത് ഒരു ബാങ്ക് ഓട്ടോ ലോൺ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാർ ട്രേഡ് ഇവർ 3 പേരെയും കണക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കമ്പനി ഡയറക്റ്റ് ആയിട്ട് കാർ സെല്ല് ചെയ്യുന്നില്ല. അതിന് പകരം ഇവർ കാർ വാലെ, ബൈക്ക് വാലെ, OLX ഇന്ത്യ പോലുള്ള പ്ലാറ്റ്ഫോംസ് വഴി ബയേഴ്സ്, സെല്ലേഴ്സ്, ഡീലേഴ്സ് എന്നിവരെ ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ അതിലൂടെ ലീഡ്സ്, ഓപ്ഷൻസ്, അഡ്വർടൈസിംഗ്, സബ്സ്ക്രിപ്ഷൻ ഇതിൽ നിന്ന് റവന്യൂ ഏൺ ചെയ്യും. ഇന്നിപ്പം ഇന്ത്യയിലെ യൂസ് കാർ ലിസ്റ്റിംഗിന്റെ ഏകദേശം 63% ഈ എക്കോസിസ്റ്റം എന്നാണ് വരുന്നത്. അപ്പോൾ Q1 FY27 റവന്യൂ 16% വളർന്നു. ഇത് റീസെന്റ് ക്വാർട്ടർ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ഗ്രോത്ത് ആണ്. അപ്പോൾ മാർജിൻസ് ഇവിടെ ഇംപ്രൂവ് ചെയ്തു. കാരണം ടെക്നോളജിയും എംപ്ലോയി കോസ്റ്റും ഇവിടെ കൂടുതൽ ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് സ്കെയിൽ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ബെനിഫിറ്റ് കമ്പനിക്ക് ഇവിടെ ലഭിക്കും. എന്നാൽ വാല്യുവേഷൻ ഇവിടെ പ്രീമിയത്തിലാണ് 55x. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് ലോങ് ടേം വിഷൻ അവരുടെ കമ്പനി 40/40 കമ്പനി ആക്കുക എന്നതാണ്. അതായത് 40% പ്രോഫിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ 40% EBITDA മാർജിൻസ്. ഇതിന്റെ ഒപ്പം അടുത്ത 4-5 വർഷത്തേക്ക് 1000 കോടിയുടെ പാറ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. FY26 പാറ്റ് 244 കോടിയായിരുന്നു. സോ ഈ ഒരു ടാർഗറ്റ് നേടാൻ പ്രോഫിറ്റ് ഏകദേശം 4 ഇരട്ടി വളരേണ്ടി വരും. അപ്പോൾ ബാലൻസ് ഷീറ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ജസ്റ്റ് 0.06x കമ്പനി വെർച്വലി ഡെറ്റ് ഫ്രീ ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പം ടോട്ടൽ അസറ്റ്സിന്റെ 30%-ലധികമായി കഴിഞ്ഞു. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ക്വാളിറ്റിയും ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ FY25 FY26 ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 100% മുകളിലായിരുന്നു. കമ്പനി സബ്സ്ക്രിപ്ഷൻ, അഡ്വർടൈസിംഗ്, ലീഡ് ജനറേഷൻ മോഡലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡീലേഴ്സിനും OEMസിനും നിന്നുള്ള ക്യാഷ് പലപ്പോഴും അപ്ഫ്രണ്ട് ആയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. FY25 FY26 ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 100% മുകളിലായിരുന്നു. അപ്പോൾ കമ്പനി സബ്സ്ക്രിപ്ഷൻ, അഡ്വർടൈസിംഗ്, ലീഡ് ജനറേഷൻ മോഡലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡീലേഴ്സും OEMസിൽ നിന്നുള്ള ക്യാഷ് പലപ്പോഴും അപ്ഫ്രണ്ട് ആയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ FY24 കണ്ട വീക്ക് ക്യാഷ് ഫ്ലോ കൺവേർഷൻ കൂടുതലും OLX ഇന്ത്യ ആക്വിസിഷനും റീസ്ട്രക്ചറിംഗ് കൊണ്ടുള്ള വൺ ഓഫ് ഇമ്പാക്റ്റ് ആയിരുന്നു. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. സ്റ്റാൻഡ് അലോൺ ബിസിനസിന്റെ മാർജിൻ അത്യാവശ്യമായിട്ട് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ OLX ഇന്ത്യ, ശ്രീറാം ഓട്ടോ മോൾ പോലെയുള്ള അക്വിസിഷൻ കാരണം കൺസോളിഡേറ്റഡ് മാർജിൻ ഇവിടെ താരതമ്യം ഇവിടെ കുറവാണ്. മാനേജ്മെന്റും OLX ഇന്റഗ്രേഷൻ പ്രതീക്ഷിച്ചിലും സ്ലോ ആയിരുന്നു അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ഗ്രോത്ത് ടൈം ലൈനും ഇവിടെ ഡിലേ ആയി. അപ്പോൾ ഇവിടെ ഓവറോൾ ബിസിനസ് മോഡൽ അസറ്റ് ലൈറ്റ് ആണ്.
ഇപ്പൊ ക്യാഷ് ജനറേറ്റീവ് ആണ്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി സ്ട്രോങ് ആണ്. എന്നാൽ നിലവിൽ വാല്യൂഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ മാനേജ്മെന്റ് അംബീഷ്യസ് പ്രോഫിറ്റ് ടാർഗറ്റ്സ് കൺസിസ്റ്റന്റ്ലി നേടാനും അതുപോലെ അക്വിസിഷൻസ് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാനും കഴിവ് തെളിയിക്കേണ്ടതായിട്ട് വരും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കമ്പനീസിൽ ഏത് കമ്പനിയുടെ വാല്യൂഷൻ ആണ് സ്ട്രെച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അതുപോലെ തന്നെ P/D റേറ്റിംഗിന്റെ ഏറ്റവും അധികം റിസ്ക് ഉള്ള സ്റ്റോക്ക് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.